ശ്രീ വി എസ് ജിതിൻ ദേവ്, എന്തുകൊണ്ടാണ് ഈ 15 പെൺകുട്ടികളെ ഒരു ആൺകുട്ടികളെയും രാഹുൽ പീഡിപ്പിച്ചു? പരാതികൾ പുറത്തു വരാതിരിക്കാൻ അതിജീവിതയുടെ മേൽ സമ്മർദ്ദം, പിന്നെ MLA കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതൊരു വിശ്വാസയോഗ്യമല്ല എന്നൊക്കെ BJP ആരോപിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇത് BJPയും CPM ചേർന്നുള്ള ഒരു കളിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സംരക്ഷണം ഒരുക്കുന്നതിൽ സർക്കാരുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണത്? ഗോപി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി എന്തായാലും പരാതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു വ്യക്തിക്ക് കാണണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ സാധിക്കില്ല. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് വേണ്ടി സമീപിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ആ പെൺകുട്ടി കണ്ടത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഒരാൾ ആരാണെന്നും എന്താണ് പരാതിയെന്നും ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടല്ലെങ്കിൽ പോലും ഒരു വിവരം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ലഭിക്കുന്നുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി കൊടുക്കാൻ വന്ന പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ സ്വിഫ്റ്റ് കാറിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഒളിവിൽ പോകുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഈ LDF സർക്കാരാണ്. അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അതിനുശേഷം പണ്ടൊക്കെ പറഞ്ഞല്ലോ, കോഴിയെ പിടിക്കുന്നു, മുട്ടയെടുക്കുന്നു ഒക്കെ പറഞ്ഞല്ലോ, ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി മുഖ്യമന്ത്രി കൊണ്ട് കൊടുക്കുന്നു. പിന്നെ അതിനകത്ത് താങ്കൾ ചില കൺഫ്യൂഷൻ പറഞ്ഞു, ശരി. പക്ഷേ ഒരു FIR ഇട്ട് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടല്ലേ പിന്നെ അറസ്റ്റും തുടർ നടപടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വളഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. ഗോപി, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 മാസമാവുന്നു. ചർച്ചകളിലെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കേട്ടില്ല. അല്ല, പരാതി ഇല്ലായിരുന്നല്ലോ. അല്ല, പറയട്ടെ, ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഔദ്യോഗിക പരാതി എവിടെയെന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ എന്താണ് പരാതിയെന്നും ആ പരാതിയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള ഏകദേശ രൂപങ്ങളും ഈ പറഞ്ഞ വാട്സ്ആപ്പ് ചാറ്റിലും ഫോൺ റെക്കോർഡിങ്ങിലൂടെ കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് ഞെട്ടലോടെ കേരളത്തിന്റെ പ്രബുദ്ധ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു പരാതി കൊടുക്കാനാണ് ഇത്രയത്തോളം സഹിച്ച ആ പെൺകുട്ടി വന്നതെന്ന് അറിയാൻ വയ്യാത്ത പൊട്ടന്മാരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത്? അത് ആർക്കെങ്കിലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ കണ്ട് രഹസ്യമായി പരാതി കൊടുക്കാമെന്ന പെൺകുട്ടി ആ പരാതി കിട്ടിയ നിമിഷത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തപ്പെട്ട ലോ ആൻഡ് ഓർഡർ ADGPയോട് പറയാമല്ലോ, അല്ലെങ്കിൽ DGPയോട് പറയാമല്ലോ. നോക്കൂ, ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി തന്നിരിക്കുന്നു. അയാൾ കോൺഗ്രസ് പ്രവർത്തകർ തോളിലേറ്റിക്കൊണ്ട് പാലക്കാട് തെരുവിലൂടെ തെക്കുവടക്ക് നടക്കുകയാണ്. അയാളെ സർവൈലൻസ് വെക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം കൊടുക്കാമല്ലോ. ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ആ പരാതിയുടെ കണ്ടന്റ് ഉൾപ്പെടെ പുറത്തേക്ക് വന്നു. മാധ്യമങ്ങൾ 2-3 മണിക്കൂർ ഇത് ചർച്ചയാക്കിയ സമയത്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ ഇവരുടെ ഈ നെക്സസ് സൃഷ്ടിച്ച ആ ഒളിവ് സങ്കേതത്തിലേക്ക് പോകാനായിട്ട് വഴി കാട്ടിക്കൊടുത്തത് കേരളത്തിന്റെ പോലീസ് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഏറ്റവും ഗുരുതരമായ വകുപ്പുകളല്ലേ ഇട്ടിരിക്കുന്നത് FIR-ൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ്? അല്ല, ഏറ്റവും ഗുരുതരമായ വകുപ്പുകളല്ലേ ജിതിൻ ഇട്ടിരിക്കുന്നത്? ഇപ്പൊ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ഒരാൾ രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് ഗോപി പിന്നീട് FIR ഇട്ടിട്ട് അയാൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ സാഹചര്യം ഒരുക്കി കൊടുത്തതാരാണ്? പരാതി ലഭിച്ചു. കേരളം കഴിഞ്ഞ 3 മാസമായി ചർച്ച ചെയ്യുന്ന വിഷയം, ഔദ്യോഗികമായി പരാതിയില്ലാത്ത വിഷയം, സുമോട്ടോ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട വിഷയം, ആ വിഷയത്തിൽ ഔദ്യോഗികമായി രേഖാമൂലം പരാതി ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പക്കലെത്തി. ആ സെക്കൻഡിൽ ഇയാളെ സർവൈലൻസിലാക്കണ്ടേ? അതിനുശേഷമല്ലേ അതിജീവിതയുടെ മൊഴിയെടുത്ത് FIR-യുടെയും കാര്യങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ രാഹുൽ ഒറ്റ സെക്കൻഡ് ശ്രീ ജിതിൻ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ നീക്കം BJP CPM ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. മാത്രമല്ല, ആ യുവതി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നതായി അവർ പറയുന്നതിൻ്റെ ശബ്ദരേഖ, ഫോൺ കോളുകൾ ഈ കോടതിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തുടരണമെങ്കിൽ തനിക്കെതിരെ പരാതി നൽകണം എന്ന് സ്ഥാപനം പറഞ്ഞിരുന്നതായി യുവതി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് തെളിവായി യുവതിയുടെ ശബ്ദ സന്ദേശം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതോ എന്തായാലും അമിത്ഷായുടെ പേര് പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. സാധാരണ ഇവർ അമിത്ഷായുടെ പേരൊക്കെ പറഞ്ഞു. അമിത്ഷായും പിണറായി വിജയനും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്നൊക്കെ സാധാരണ. എന്തായാലും BJP CPM എന്ന് പറഞ്ഞതിനകത്ത് അത്രത്തോളം പറഞ്ഞു വെച്ചു.
ഗോപി, നമ്മൾ ഇത് എന്താണ് ചർച്ച ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന് മാതൃകയാകേണ്ട, സ്ത്രീപക്ഷ സമൂഹത്തെ കൂടെ നിർത്താൻ തയ്യാറാകേണ്ടുന്ന, സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി, ഒരു MLA, 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചാണ്, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വിവാഹിതയാണെന്ന് അറിയാവുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഒന്നിലധികം പെൺകുട്ടികൾക്കുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞും തെളിഞ്ഞും പൊളിഞ്ഞും ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം സഞ്ചരിച്ച സഹയാത്രികളായിട്ടുള്ള പെൺകുട്ടികളെല്ലാം വിളിച്ചു പറയുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ദത്തുപുത്രിയെ പോലെ കാണുന്ന പെൺകുട്ടി പറയുന്നു. അപ്പോ ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന് മുഴുവൻ വില പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലൈംഗിക വേട്ടക്കാരനാണ് ഇയാൾ. അയാളെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന്. ആ സമയത്ത് വസന്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തിനും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ പാലക്കാടിന്റെ ജനസമൂഹം സഹിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അപ്പോ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ഇവർക്ക് സാധിക്കില്ല. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കോൺഗ്രസിൽ A ഗ്രൂപ്പ് ഉണ്ട്, I ഗ്രൂപ്പ് ഉണ്ട്, Z ഗ്രൂപ്പ് ഉണ്ടെന്ന്. പക്ഷേ ഇപ്പം കോൺഗ്രസിൽ ഒരേ ഒരു ഗ്രൂപ്പുള്ളൂ. ആ ഗ്രൂപ്പ് ഷാഫി രാഹുൽ നെക്സസ് ആണ്. രാഹുലിനെതിരെ നടപടിയെടുത്താൽ ഇന്ദിരാഭവന്റെ ഓഫീസ് പൂട്ടി താക്കോല് ഈ പറഞ്ഞ രാഹുലിന്റെ അനുയായികളുടെ, മറ്റേ ഗുളികയായിട്ട് പോയ ജോബിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു അനുയായികളുടെ കയ്യിലോ കൊടുക്കേണ്ടി വരും. ആ സാഹചര്യത്തിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയിരിക്കുന്നു. നിലപാട് പറയാൻ സാധിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് നോ കമന്റ്സ്. സണ്ണി ജോസഫ് എന്താണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. നിലപാട് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫേസ്ബുക്കിൽ അമ്പോ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി ഇന്നിപ്പോൾ സണ്ണി ജോസഫും വി ഡി സതീശനും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിതിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.